തിരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തുവരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമായി തൊടുപുഴയിലെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ. പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണച്ച് ടീം UDF തൊടുപുഴ സ്ഥാപിച്ച ബോർഡുകൾ കോൺഗ്രസിനുള്ളിലെ വരാനിരിക്കുന്ന അധികാര വടംവലിയുടെ വ്യക്തമായ സൂചനയായാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. തൊടുപുഴ പട്ടയം കവലയ്ക്ക് സമീപമാണ് VD സതീശന്റെ പൂർണ്ണമായ ചിത്രം സഹിതം കൂറ്റൻ ഫ്ലെക്സ് പ്രത്യക്ഷപ്പെട്ടത്. പട നയിച്ചവൻ നാട് നയിക്കും, നിലപാടിന്റെ രാജകുമാരന് അഭിവാദ്യങ്ങൾ എന്ന വരികൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായി കഴിഞ്ഞു. തിരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടുമെന്ന എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ നീക്കം എന്നത് ശ്രദ്ധേയമാണ്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റത്തിന്റെ സൂചനകൾ നൽകുന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതോടെ UDF ക്യാമ്പുകളിൽ മുഖ്യമന്ത്രി പദവിയെ ചൊല്ലിയുള്ള ചർച്ചകൾ അത്യന്തം സങ്കീർണമായ ത്രികോണ പോരിലേക്ക് വഴിമാറിക്കഴിഞ്ഞു. ഈ അധികാര വടംവലിയിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയ്ക്കുള്ളിലും പുറത്തും സർക്കാരിനെതിരെ നടത്തിയ ശക്തമായ പോരാട്ടങ്ങളും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള പ്രബല ഘടകകക്ഷികൾക്ക് അദ്ദേഹത്തോടുള്ള പരസ്യമായ താല്പര്യവും സതീശൻ പക്ഷത്തിന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. സതീശന്റെ നേതൃത്വമാണ് മുന്നണിയെ ഈ വിജയത്തിനരികെ എത്തിച്ചതെന്ന വാദമാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ ഉയർത്തുന്നത്. എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിലെ കരുത്തനായ KC വേണുഗോപാലിന്റെ കേരളത്തിലേക്കുള്ള മടങ്ങിവരവ് സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഈ പോരാട്ടത്തെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുന്നു. ഹൈക്കമാൻഡുമായി അടുത്ത ബന്ധമുള്ള വേണുഗോപാൽ മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ വിഭാഗം കോൺഗ്രസിനുള്ളിലുണ്ട്. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ചുള്ള ഡോക്യുമെന്ററി ചിത്രീകരണം ഹൈക്കമാൻഡ് ഇടപെട്ട് നിർത്തിവെപ്പിച്ചത് അദ്ദേഹത്തിന്റെ പക്ഷത്തിന് താൽക്കാലികമായെങ്കിലും ഒരു തിരിച്ചടിയായിട്ടുണ്ട്. ഈ രണ്ട് യുവ നേതാക്കൾക്കും ഇടയിൽ തന്റെ അനുഭവ സമ്പത്തും സംഘടനാ പാഠവും മുൻനിർത്തി രമേശ് ചെന്നിത്തലയും സജീവമായി രംഗത്തുണ്ട്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ KC വേണുഗോപാൽ പക്ഷത്തിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കി മുഖ്യമന്ത്രി കസേരയിലേക്ക് തിരിച്ചെത്തിക്കാമെന്നാണ് ചെന്നിത്തല വിഭാഗം കണക്കുകൂട്ടുന്നത്. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിമറിയുന്ന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ KC വേണുഗോപാൽ പക്ഷത്തിന്റെ പിന്തുണ കൂടി ഉറപ്പാക്കി മുഖ്യമന്ത്രി കസേരയിലേക്ക് തിരിച്ചെത്താമെന്നാണ് ചെന്നിത്തല വിഭാഗം കണക്കുകൂട്ടുന്നത്. ചുരുക്കത്തിൽ വോട്ടെണ്ണൽ ഫലം പുറത്തു വരുന്നതോടെ ഘടകകക്ഷികളുടെ നിലപാടും ഹൈക്കമാൻഡിന്റെ ഇടപെടലുമായിരിക്കും ഈ ത്രികോണ മത്സരത്തിൽ ആര് വിജയിക്കുമെന്ന് തീരുമാനിക്കുക. കേരളത്തിലെ UDF രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മുസ്ലിം ലീഗിന്റെ നിലപാട് എക്കാലത്തും നിർണായകമായ ഒരു ഘടകമാണ്. പ്രത്യേകിച്ച് മുന്നണി അധികാരത്തിലെത്തുമ്പോൾ മുഖ്യമന്ത്രി പദവി ആര് അലങ്കരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ അവരുടെ സ്വാധീനം വളരെ വലുതാണ്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ VD സതീശനോട് ലീഗ് നേതൃത്വം പുലർത്തേണ്ട പരസ്യമായ താല്പര്യവും അടുപ്പവും കോൺഗ്രസിലെ ഇതര ഗ്രൂപ്പുകൾക്കിടയിൽ വലിയ തോതിലുള്ള ആശങ്കകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. ഒരു ഘടകകക്ഷി എന്ന നിലയിൽ ലീഗ് തങ്ങളുടെ മുൻഗണന ഇത്ര നേരത്തെ വെളിപ്പെടുത്തുന്നത് വോട്ടെണ്ണൽ ദിനത്തിലും അതിനുശേഷവുമുള്ള ചർച്ചകളിലും സതീശൻ പക്ഷത്തിന് അനാവശ്യ മേൽക്കൈ നൽകുമെന്നും ഇത് തങ്ങളുടെ സാധ്യതകളെ ബാധിക്കുമെന്നുമാണ് രമേശ് ചെന്നിത്തല KC വേണുഗോപാൽ പക്ഷങ്ങൾ ഭയപ്പെടുന്നത്. മുന്നണിയിലെ പ്രധാന കക്ഷികളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇത്തരത്തിലുള്ള പരസ്യമായ ഇടപെടലുകൾ ഉണ്ടാകുന്നത് വോട്ടെണ്ണൽ വേളയിൽ വലിയ രാഷ്ട്രീയ സമ്മർദ്ദത്തിന് കാരണമാകുമെന്നും ഇത് കോൺഗ്രസിനുള്ളിലെ ഐക്യത്തെ ബാധിക്കുമെന്നുമാണ് എതിർ വിഭാഗങ്ങളുടെ വാദം. അതിനാൽ തന്നെ ലീഗിന്റെ ഈ നിലപാടിനെ അതീവ ജാഗ്രതയോടെയാണ് കോൺഗ്രസിലെ മറ്റ് അധികാര കേന്ദ്രങ്ങൾ വീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് 10 വർഷം നീണ്ടുനിന്ന LDF ഭരണത്തിന് അന്ത്യം കുറിച്ച് UDF അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പുറത്തുവന്ന ഭൂരിഭാഗം എക്സിറ്റ് പോൾ ഫലങ്ങളും സൂചിപ്പിക്കുന്നത്. പ്രമുഖ സർവേ ഏജൻസികളായ ആക്സിസ് മൈ ഇന്ത്യ, പീപ്പിൾ പൾസ്, CNN വോട്ട് വൈബ്, P-മാർക്ക് എന്നിവയെല്ലാം മുന്നണിക്ക് വ്യക്തമായ ഭൂരിപക്ഷം പ്രവചിക്കുന്നുണ്ട്. വോട്ടെണ്ണൽ കഴിയുമ്പോൾ ഈ പ്രവചനങ്ങൾ യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം കൃത്യമായി ഏകോപിപ്പിക്കുന്നതിലും അത് വോട്ടുകളാക്കി മാറ്റുന്നതിലും പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്ന ജനകീയ നേതാവ് പൂർണ്ണമായും വിജയിച്ചു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. സതീശന്റെ പോരാട്ട വീര്യവും കൃത്യമായ രാഷ്ട്രീയ തന്ത്രങ്ങളുമാണ് UDFന്റെ ഈ വൻ തിരിച്ചുവരവിന് അടിത്തറ പാകിയെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. വോട്ടെണ്ണൽ ദിവസം അടുക്കുംതോറും കേരളം ശ്വാസമടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. തൊടുപുഴയിലെ ഫ്ലെക്സ് ബോർഡുകൾ വെറും ഒരു പിന്തുണ മാത്രമല്ല, മറിച്ച് UDFനുള്ളിലെ ഭാവി നേതൃത്വത്തെക്കുറിച്ചുള്ള അണികളുടെ ആഗ്രഹ പ്രകടനം കൂടിയാണ്. VD സതീശൻ എന്ന നിലപാടിന്റെ രാജകുമാരൻ കേരളത്തിന്റെ അമരത്തേക്ക് എത്തുമോ അതോ ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെടുമോ എന്ന് വരും ദിവസങ്ങളിൽ അറിയാം.